നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ അടുത്ത മത്സരത്തിനായിട്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ ക്രിക്കറ്റ് പ്രേമികളൊക്കെ. ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള പരമ്പരയ്ക്കുള്ള സമയമായി കഴിഞ്ഞു. 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് 19-ാം തീയതി ഈ മാസം 19-ന് ചെപ്പോക്കിലാണ് ആരംഭിക്കുന്നത്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അവരുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നിലൂടെ കടന്നു പോവുകയാണ്. പാകിസ്ഥാനിൽ പോയിട്ട് പഞ്ഞിക്കിട്ടിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇന്ത്യൻ മണ്ണിൽ വിജയിച്ചു പോവുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. അവർക്കിവിടെ കാര്യങ്ങൾ ഒട്ടും ശുഭകരമാവില്ല. മികച്ചൊരു സ്ക്വാഡിനെ തന്നെ ഇപ്പോൾ BCCI പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇനി എന്താണ് പ്ലാൻ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യൻ ടീമിന് കളികളൊന്നുമില്ല. ദുലീപ് ട്രോഫിയിലും മറ്റുമായിട്ട് കുറച്ച് പ്രധാന താരങ്ങൾ കളിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ കളിയില്ലാതിരിക്കുകയാണ്. അപ്പം ഈ ടെസ്റ്റ് മത്സരങ്ങൾക്ക് മുമ്പായിട്ട് ചില പ്ലാനുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ഗൗരവ് ഗുപ്ത റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചെന്നൈയിൽ 12-ാം തീയതി ഈ മാസം 12-ന് ചെന്നൈയിലേക്ക്, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ടീം എത്തും, ചെന്നൈയിലേക്ക് താരങ്ങളെത്തും. ദെൻ 5 ദിവസത്തെ ക്യാമ്പ് ചെപ്പോക്കിൽ നടത്തും. അതാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിമാൻഷു സിംഗിനെ, അദ്ദേഹം സ്ക്വാഡിലില്ലാത്ത ആളാണ്, അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൽ സെലക്ടറായിട്ടുള്ള അജിത് അഗാർക്കർ വളരെ ഇമ്പ്രസ്ഡ് ആണ്. അശ്വിൻ്റെ സിമിലർ ആക്ഷനാണ് അദ്ദേഹത്തിനുള്ളത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ KL രാഹുൽ, സർഫ്രാസ് ഖാന് മുന്നിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ പ്ലേയിങ് 11-ൽ സർഫ്രാസ് ഖാന് സ്ഥാനമുണ്ടാവില്ല. പകരം KL രാഹുലായിരിക്കും ആ ബാറ്റിംഗ് സ്പോട്ടിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ കുഷാൻ സർക്കാർ, PTIയുടെ ജേർണലിസ്റ്റ് കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ KL രാഹുൽ ഈസ് ലൈക്ലി ടു സ്റ്റാർട്ട് എ ഹെഡ് ഓഫ് സർഫ്രാസ് ഖാൻ. അതോടൊപ്പം തന്നെ മുഷീർ ഖാൻ, ആ ഒരു വിവരം കൂടി വരുന്നുണ്ട്. മുഷീർ ഖാൻ സർഫ്രാസ് ഖാൻ്റെ അനിയനാണല്ലോ. മുഷീർ ഖാൻ ഇന്ത്യ എക്ക് വേണ്ടി ഓസ്ട്രേലിയ ടൂറിൽ കളിക്കും. അതിനുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ ഫസ്റ്റ് 11-ൽ 3rd സ്പിന്നർ ആരായിരിക്കും എന്ന കാര്യത്തിലൊരു ക്ലോസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അക്സർ ഓർ കുൽദീപ്. നമ്മൾ കഴിഞ്ഞ ദിവസം ടീം സ്ക്വാഡ് നമ്മൾ അനലൈസ് ചെയ്ത വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണത്. പ്ലേയിങ് 11-ൽ അക്സർ ഓർ കുൽദീപ് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു തലവേദനയാണ്, ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ക്ലോസ് കോമ്പറ്റീഷൻ നടക്കുന്നു എന്ന് ഇപ്പോൾ കുഷാൻ സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ 11 ഇറങ്ങുക എന്നുള്ളത്. ഏതായാലും ചെപ്പോക്കിലേക്ക് എത്തും വരുന്ന ദിവസങ്ങളിൽ. അത് കഴിഞ്ഞ് 5 ദിവസത്തെ ക്യാമ്പ് പൂർണ്ണ സജ്ജമായിട്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ ടീം ഇന്ത്യ ഇറങ്ങും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.